Hello friends, Sonal Sajith in the YouTube channel. My name is Sonal Sajith. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് mseal ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു mseal ഉണ്ടാക്കാനായിട്ട് ആകെ രണ്ട് ഐറ്റംസ് മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു mseal എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായി ഒരു പാത്രത്തിൽ കുറച്ച് സിമെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി അടുത്തതായിട്ട് ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതേപോലത്തെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം പൗഡർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് 20 രൂപയാണ് വില വരുന്നത്. ഇനി അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കുക, അധികം ഒന്നും എടുക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം എടുക്കുക. അപ്പോൾ എത്രയൊന്നും നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിന് അതേ അളവിൽ തന്നെ നമുക്ക് സിമെന്റും ആ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം ഒഴിക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എത്തിക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആക്കിയ മിക്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, ഇതിൻ്റെ എത്ര എഫിഷ്യൻസി എന്തുണ്ട്, സ്ട്രെങ്ത് എന്തുണ്ട് എന്നെല്ലാം നോക്കണ്ടേ. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡായിട്ട് ഞാൻ കുറച്ചും കൂടി ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു കോമ്പസ് ഉപയോഗിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് ആ ഒരു ബോട്ടിൽ ഒട്ടിക്കുന്നതിന് മുമ്പേ നമുക്കൊരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സൈഡിലൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫെവിക്കോൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്മൂത്ത് സർഫസിൽ ഇത് അത്ര നല്ല രീതിയിൽ ഇത് പറ്റിപ്പിടിക്കില്ല ഈ ഒരു മിക്സ്. അപ്പോൾ അത് നല്ല രീതിയിൽ പറ്റിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫെവിക്കോൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം സ്മൂത്ത് സർഫസിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ റഫ് സർഫസിലൊന്നും ഫെവിക്കോൾ ആക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഫെവിക്കോൾ അതിൻ്റെ ചുറ്റും ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ഹോളിൻ്റെ സൈഡിൽ ബോർഡറിൻ്റെ ഭാഗത്താണ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമേ ഞാൻ നടുക്കേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാ സൈഡും ആയതിനു ശേഷം കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ നടുക്ക് ഒട്ടിക്കുന്നുള്ളൂ. എന്നാൽ മാത്രമേ അതവിടെ നല്ല രീതിയിൽ സെറ്റായി നിൽക്കൂ, അല്ലെങ്കിൽ അത് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൻ്റെ ഒരു ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു മിക്സ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്യുക ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസും അതേപോലെ തന്നെ സിമെൻറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നുണ്ട്. ഒരു ഭാഗം ചെയ്തിട്ട് അടുത്ത ഭാഗം ചെയ്യുമ്പോഴേക്ക് തന്നെ അത് കട്ട പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം നിങ്ങളടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് പെട്ടെന്ന് തന്നെ സെറ്റാകും, പക്ഷേ ആ ഒരു സ്ട്രെങ്ത് അതിന് കിട്ടിയിട്ടുണ്ടാവില്ല. എത്ര സമയം വെക്കുന്നു അതിനനുസരിച്ചാണ് അതിന് സ്ട്രെങ്ത് കിട്ടുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മിക്സിന് ഒരിക്കലും msealൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഇതിന് കിട്ടില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് mseal കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ട് ഈ ഒരു മിക്സിന് തീരെ സ്ട്രെങ്ത് ഇല്ല എന്നല്ല, അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ ആ ഒരു mseal വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയില്ല. അപ്പോൾ ഇങ്ങനെ കൈനെ കൊണ്ട് തട്ടുമ്പോൾ ഒന്നും പൊട്ടുന്നൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ലീക്കാവുന്നുണ്ട് നോക്കാം. അതിനായിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ അരഭാഗം വരെ ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ലീക്കും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ്. പക്ഷേ mseal വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് പെട്ടെന്ന് സെറ്റാവും, അതായത് mseal ആണോ അല്ലെങ്കിൽ ഈ ഒരു മിക്സ് ആണോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം റോൾ ചെയ്തിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പേപ്പറിൽ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനൊരു mseal എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ mseal നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഞാൻ ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പം നമ്മൾ ആ ഒരു മിക്സ് ഉണങ്ങി നല്ലൊരു കല്ല് പോലെ തന്നെ അതായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു mseal ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല, അത് തൊട്ട് നോക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റായി. ഈ ഒരു സമയമാകുമ്പോഴേക്ക് രണ്ടും ഉണങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഉണങ്ങി സെറ്റായി കിട്ടിയത് നമ്മൾ ആ ഒരു മിക്സ് ആണ്, പക്ഷേ അതിന് ആ ഒരു സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എത്ര സമയം വെക്കുന്നു അതിനനുസരിച്ച് അതിന് സ്ട്രെങ്ത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മിക്സിൽ നമ്മൾ ഉപയോഗിച്ച 2 ഐറ്റംസ് വെച്ചാൽ ഒന്ന് സിമെൻറ്റും അതേപോലെ തന്നെ ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസും ആണ്. അപ്പോൾ ഈ ഒരു സിമെൻറ്റ് ഈ ഒരു മിക്സിൽ ആഡ് ചെയ്തത് വെച്ചാൽ ഈ ഒരു മിക്സ് കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്.
നല്ലൊരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമെൻറ്റ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സെറ്റിംഗ് ടൈം കുറച്ചും കൂടി സ്പീഡാകാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ സ്പീഡാകാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ആയിട്ട് ഓൾ എന്ന് പറഞ്ഞ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനുള്ള പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇനി അടുത്ത വീഡിയോ കാണാം.